ശരാശരി ഒരു പഞ്ചായത്തിൽ ഒരു 25,000 ആളുകളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കണക്കനുസരിച്ചിട്ട് അതിൽ ഒരു 5,000+ ആളുകൾ ഡയബറ്റിക് ആയിരിക്കും. അത് 25,000 18+ ഏജുള്ള ആളുകൾ, അതിലൊരു 5,000 ആളുകൾ ഡയബറ്റിക് ആയിരിക്കും. ഏറ്റവും കുറവ് ഓർഡേഴ്സ് കേരളത്തിൽ നിന്നാണ്. കേരളം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരത കൂടുതലാണ്, ആയുർദൈർഘ്യം കൂടുതലാണ്, എല്ലാം കൊണ്ടും ബെസ്റ്റാണ്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് കേരളത്തിൽ നിന്നാണ് ഓർഡേഴ്സ് കുറവ്. ഞാനൊരു ഇൻവെസ്റ്ററാണ്, ഇയാളൊരു ഷെഫാണ്, ഉപ്പയമ്മ ഡയബറ്റിക് ആണ്. സോ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷനാണ്, ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയപ്പോഴുള്ള ഒരു കമ്പൈൻഡ് വേർഷനാണ്. ഒരു മിനി കല്യാണത്തിന് ഈ ഒരു 15 ml ബോട്ടിൽ മതി അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ചെയ്യാൻ. കമ്പയറിങ് ഇപ്പോൾ ഷുഗറിൻ്റെ കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് പ്രോഫിറ്റബിൾ ആണ്. അതായത് 1 കിലോ പഞ്ചസാര ഉപയോഗിക്കുന്നിടത്ത് ഇതൊരു 50-100 ഗ്രാം സ്റ്റീവിയ പൗഡർ യൂസ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ച്. അത് രാവിലെ കഴിക്കും. 2 drops ഇട്ടു. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, നല്ല മധുരം. ഇതിന്റെ പക്ഷെ എനിക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല. ഇതിന്റെ ഡയലൂഷൻ കറക്റ്റ് ആവണം. ഇത് വാട്ടറായിട്ട് ഡയലൂട്ട് ചെയ്യുന്ന രീതി പെർഫെക്റ്റ് ആവണം. അതേപോലെ ഈ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഒരു കയ്പ് ചോയ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ഇതിൻ്റെ ഈ മധുരത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാരണം കയ്പായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ ഇതുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആളെ കൂട്ടണം അങ്ങനത്തെ ഒരു സ്കീം കാര്യങ്ങളൊന്നും അല്ല. വി ആർ മേക്കിംഗ് സം ജെന്യൂൻ പ്രൊഡക്റ്റ്. അത് അതിൻ്റെതായിട്ടുള്ള യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കുള്ളൊരു ഹെൽപ്പാണ്, അവർക്കുള്ളൊരു ഹെൽപ്പാണ്. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സംതിങ് സ്പെഷ്യലിൽ ഇവർ 2 പേരുണ്ട്, ബ്രദേഴ്സ് ആണ്, നിഹാലും നിയാസും. നിങ്ങൾ എങ്ങനെ ഈ സംതിങ് സ്പെഷ്യലിൽ വന്നു? സംതിങ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, പേരിൽ തന്നെ ഉണ്ടല്ലോ, സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഒബ്വിയസ്ലി നമ്മുടെ ഈ ഒരു സീറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈ നിഹാലും നിയാസും നമുക്ക് സ്പെഷ്യൽ ആവുന്നതെന്ന്? നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ എന്തുകൊണ്ട്, എങ്ങനെയാണ് നിങ്ങൾ സ്പെഷ്യൽ ആയിരിക്കുന്നത്? നമുക്ക് ചേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. നിഹാൽ, ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക, വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവിടുത്തെ ടോക്ക് ഓഫ് ദ ടൗൺ ആവില്ല. നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്നില്ല. എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവുമ്പോഴാണ് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നതും നമ്മൾ അവിടെ സ്പെഷ്യൽ ആവുന്നതും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, എന്നാൽ ഇപ്പൊ ഭയങ്കര നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബ്രദേഴ്സ് ആണ്. ഇവർ എന്ത് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ആയത് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ആദ്യം നമുക്ക് നിഹാലിന്റെ യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിഹാൽ, ഇവർ 2 പേരും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അധികം പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു 2 പേർക്കും. പഠിച്ചിട്ട് ജോലി എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് എങ്ങനെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാം, അവിടെ നിന്നാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിന്റെ ജേർണി തന്നെ മാറുന്നത്, അല്ലെ നിഹാൽ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. അതെ, കാരണം നമ്മുടെ ഒരു സമയം അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടാത്തോണ്ടല്ല, ശ്രമിച്ച നടക്കുമായിരുന്നു. ഈ പറഞ്ഞ പോലെ അതിന് വേണ്ട പെട്ടെന്ന് പൈസ മതി ഒരു തോട്ട് വന്നിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരാൻ കാരണം. നിങ്ങളുടെ തന്നെ നാട്ടിൽ ആരെങ്കിലും ഇതേപോലെ വളരെ നല്ല, നമ്മളെ ആകർഷിക്കുമല്ലോ ചിലവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, അവർ യാത്ര ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കൊരു കമ്പം തോന്നും, ഓ എനിക്കും അവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ആകർഷിച്ചിട്ടുണ്ടോ? ഒരു സ്പെഷ്യൽ ആയിട്ടൊരു വ്യക്തിനെ എന്നല്ല, ഇപ്പൊ പൊതുവെ ഇപ്പൊ എൻ്റെ ഉള്ളതിനൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി ഒരാളടുത്ത് ഉണ്ടാകുമ്പോൾ, എൻ്റെ വീടിനൊക്കെ കുറച്ച് ബെറ്റർ വീട് ഒരാളടുത്ത് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഒരാളടുത്ത് ഉണ്ടാകുമ്പോൾ, ഇത് എപ്പോഴും ഞാൻ ഭയങ്കര അസൂയുള്ള ഒരാളാണ്. പക്ഷെ അത് നമ്മളങ്ങനെ പുറത്ത് കാണിക്കുന്ന ഒരു അസൂയല്ല. കാറുകളാണെങ്കിലും അതാണ് നമ്മളെ കൂടുതൽ ഒരുത്തൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവനെ ഓവർടേക്ക് ചെയ്യണം, അവനെ തിരിച്ച് ഓവർടേക്ക് ചെയ്യാതെ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് എന്ന് വിചാരിച്ച എപ്പോഴും അങ്ങനെയൊന്നല്ല. മനസ്സിലായി. ഓക്കെ, അവിടെ നിന്നായിരുന്നു നിങ്ങളുടെ തുടക്കം. നിങ്ങൾ 2 മക്കളാണോ? 3 പേരുണ്ട്. ഒരു സിസ്റ്റർ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. സിസ്റ്റർ എന്ന് പറയുന്നത് ഇളയാളാണോ? ചെറിയ എന്ത് ചെയ്യണു? ഇപ്പൊ +2. ഓക്കെ, പേര്? നിയ. അച്ഛൻ അമ്മ? വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു 2 പേരും. അച്ഛന്റെ ഹെൽത്ത് ഒക്കെ ഇപ്പം ഓക്കെ ആയി? എല്ലാം പെർഫെക്റ്റ് ആണ്. ശരി, ഇനി നമുക്ക് നിഹാൽ തുടങ്ങിയ ആ ഒരു യാത്രയിൽ നിന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ +2 നിന്നായിരുന്നു നിഹാൽ ആദ്യമേ ഒരു സമ്പാദിക്കാൻ തുടങ്ങുന്നത്, അതോ ഡിഗ്രി എത്തിയപ്പോഴാണോ? +2 കഴിഞ്ഞ ഉടനെ. +2ന്റെ സമയത്ത് നമ്മൾ കിട്ടാവുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ആ ഒരു മേഖല മാക്സിമം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അന്നിപ്പോ കാണുന്ന പോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ
മറ്റു അധികം ഡാറ്റാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മേഖല എന്ന് പറയുന്നത് ട്രേഡിംഗ് ആയിരുന്നു. ആസ് യൂഷ്വൽ ഹൗ ടു ബിക്കം റിച്ച് എന്നുള്ള സംഭവം സെർച്ച് ചെയ്താൽ ഫസ്റ്റ് പോരുന്നുണ്ടോ അറിയില്ല, അപ്പോൾ നോക്കിയിട്ടില്ല. അന്ന് നോക്കിയിരുന്ന സമയത്ത് ആദ്യം വന്നിരുന്ന കാര്യം ഇൻവെസ്റ്റ് ഓർ ട്രേഡ് എന്നുള്ള സംഭവമായിരുന്നു. സോ അതിൽ അഡിക്റ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിരുന്നത്. ഇൻഫോർമേഷൻസ് അന്ന് വളരെ മിനിമൽ ആയിരുന്നു. ഈ ഒരു കോവിഡ് ജിയോ തരംഗമൊക്കെ വന്നതിന് ശേഷമാണല്ലോ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചും കൂടെ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നത് ഇതിന് ശേഷമാണ്. സോ അതിൻ്റെ മുൻപ് വളരെ റയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. മാത്രമല്ല അന്ന് ഒരു മാസം 1 GB നെറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും യൂട്യൂബ് കയറിയിട്ട് ഒരു വീഡിയോ ഫുൾ ലെങ്ത്തിൽ നിന്ന് കാണാൻ പോകുന്നില്ല. സോ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഡാറ്റാസ് മാത്രം വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ട്രേഡിലേക്ക് വന്നു. ഫസ്റ്റ് കുറച്ച് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓൾ ഗുഡ്. പക്ഷേ ഇപ്പോഴും ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഇന്നും കൂടെ ചെയ്തിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ ഇന്നത്തെ ഇപ്പൊ ട്രേഡിംഗിന് ഇപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പൊ ട്രേഡിംഗ് ചെയ്യുന്നു? 10 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ 10 ഇയേഴ്സിൽ ഈ ട്രേഡിങ്ങിന്റെ കുറെ അതിന്റെ ഒരു മുകളിലേക്ക് അപ്സിലേക്ക് പോയിട്ടുണ്ട്, ഡൗൺ ഫേസും കണ്ടിട്ടുണ്ട്. ഏകദേശം അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പൊ മനസ്സിലാക്കി അല്ലെ, പഠിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പൈസ ഇറക്കേണ്ടത് എങ്ങനെ, എവിടെ ഇറക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പൈസ കിട്ടും എന്നുള്ള കുറെ തിരിച്ചറിവുകൾ സ്വന്തം ലൈഫിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും നിഹാൽ നേടിയിട്ടുണ്ട് അല്ലെ. അതിൽ നിന്നും എടുത്തിരിക്കുന്ന കുറെ ആ ഒരു അറിവിൽ നിന്നായിരിക്കണം നിയാസ് എന്ന ഈ ബ്രദറിനെയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഈ ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. അതായത് സ്വീറ്റ് എന്ന ആ ഒരു സ്വീറ്റ്നർ പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക അല്ലെ. ചേട്ടന്റെ തുടക്ക സമയത്ത് ഈ ട്രേഡിംഗ് തുടങ്ങിയ സമയത്തൊക്കെ നിയാസ് അപ്പം സ്കൂളിൽ പഠിക്കുന്ന അല്ലേ, ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ചെയ്യുന്നു. അച്ഛൻ ബിസിനസ്സുകാരനല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ചേട്ടനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ബിസിനസ്സിലേക്ക് പൈസ ഇടുകയാണ്. നിയാസ് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതെ ചേട്ടൻ ബിസിനസ്സിലേക്കൊക്കെ പോകുന്നു, നീയും കൂടെ ബിസിനസ്സും ഈ സംഭവം ഒന്നും ചെയ്യണ്ട, പഠിക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ? ഞങ്ങൾ മൊത്തത്തിൽ നമ്മളെല്ലാവരും ഇപ്പൊ ഇവന്തോ എനിക്കൊരു ദിവസം ഒരു പ്രോഫിറ്റ് ഓർ ലോസ് വരികയാണെങ്കിലും, ഇനി ഓക്കെ ഇവരുടെ എന്തെങ്കിലും ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും, ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ തന്നെ സ്കൂളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ മാക്സിമം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് വീട്ടിൽ. സോ ആ ടൈമിൽ ഇങ്ങനത്തേതായിട്ടുള്ള എല്ലാ ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ചാർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രോഫിറ്റ്സ്. അതെ, നിയാസാണ് അത് ചാർട്ട് ചെയ്തത്. നമ്മൾ ഡെയിലി പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതല്ലേ ഈ കാര്യങ്ങൾ, എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നല്ലേ നമ്മൾ നോക്കി കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. പൈസ കിട്ടുന്നു, എന്തോ ചെയ്യുന്നു, വലിയൊരു എമൗണ്ട് തിരിച്ചു കിട്ടുന്നു. ഐ മീൻ ലോസസ് വരുന്നതിന് മുമ്പ്, ലോസസ് ഫേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തോ ചെയ്യുന്നു. ചിലപ്പോൾ 50,000 കിട്ടുന്നു, 1 ലക്ഷം കിട്ടുന്നു. കിട്ടുന്നത് ബേസിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10,000 20,000 ഒക്കെ ആയിരിക്കാം. സോ അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു. സോ എല്ലാവരും ആ ഒരു അത്ഭുതത്തിൻ്റെ പുറത്ത് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതിനുശേഷം അവിടുന്ന് പാസ്സാവുന്നതിനനുസരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ ഓഫീസിൽ പോലും എത്തുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിയാസ് ഒരു യങ് ആയിട്ടുള്ള ബ്രദർ എന്നുള്ള രീതിയിൽ മൂത്ത ചേട്ടൻ്റെ ഇങ്ങനെ അപ്സും ഡൗൺസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ബിസിനസ്സിൽ എത്രയായാലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവണം. നിഹാലിനും പുതിയതായിരുന്നു ബിസിനസ് എന്നൊക്കെ പറയണത്. അന്ന് ചേട്ടൻ അതൊക്കെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണതൊക്കെ നിന്ന് കാണുമ്പോൾ നിയാസും ശരി ഞാനും ബിസിനസ്സിലേക്ക് തന്നെ ഞാനും എൻ്റർ ചെയ്യണം, ചേട്ടൻ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെ തോന്നിയിട്ടാണോ ഈ ബിസിനസ്സിലേക്ക് വന്നത്, അതോ വേറെ ഏതെങ്കിലും മേഖലയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് എനിക്ക് ഈ ബിസിനസ് എന്നുള്ളതിനോടൊക്കെ ഭയങ്കര സെക്യൂർഡ് ആയി നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക, അവിടെ നമുക്ക് സാലറി കിട്ടുക, വല്ലാണ്ട് റിസ്ക് ഒന്നും ഇല്ലാതെ പോവാന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എനിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റാണ് പഠിച്ചത്. ഞാൻ ഹോട്ടലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മാരിയറ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ, നമ്മൾ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തെ ആശയങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഇവൻ ഓൾറെഡി ട്രേഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് തന്നെ ഒരു ഫാമിലി ആയിട്ട് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയും, നമ്മൾ എന്താ ചെയ്യാൻ പോകണം, അടുത്ത ഫ്യൂച്ചർ എന്താ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഡിസ്കഷൻസ് ആയി, ജോബ് കിട്ടി ചെയ്തിട്ട് പിന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയായിരുന്നു. മാരിയറ്റിൽ പോലത്തെ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തു നിന്നാണ് നിയാസ് അത് വിട്ടിട്ട് സ്വന്തമായിട്ട് ഒരു സംരംഭം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ അത് നിയാസ് നിഹാലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും നിഹാൽ ആദ്യം തന്നെ ഓക്കെ പറഞ്ഞോ? ഇത് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർട്ടിങ് ആ കഥ കേൾക്കട്ടെ. അതായത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറാണ്, ആഫ്റ്റർ ഓൾ ഇൻവെസ്റ്ററാണ്.
എൻ്റെ റിട്ടയർമെന്റ് എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ മുന്നേ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ. മറ്റ് ബിസിനസ്സുകളിൽ എൻഗേജ്ഡ് ആവണം, ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം, ട്രേഡിംഗ് നിന്ന് ഇറങ്ങണം. ഓക്കെ, സ്റ്റോക്സിലും മറ്റായിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. മറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ചെയ്യുന്നുണ്ട് നിലവിൽ. നമുക്ക് തന്നെ ഒരുപാട് മറ്റ് പ്രൊജക്ട്സ് ഉണ്ട്. സോ ഈ പെർട്ടിക്കുലർ പ്രൊജക്ട്സിൽ എത്തിയെന്ന് വെച്ചാൽ ഇയാൾ പേസ്ട്രി ഷെഫാണ്. ഓക്കെ. ഓക്കെ, സോ അത്യാവശ്യം മധുരം കാര്യങ്ങളായിട്ടുള്ള ഡീലിങ്സ് ഉള്ള ആളാണ്. അത്യാവശ്യമല്ല ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് സ്വീറ്റ് എന്ന പ്രൊഡക്റ്റ് അദ്ദേഹം സെലക്ട് ചെയ്തു എന്ന് തന്നെ മനസ്സിലായി. എൻ്റെ വീട്ടില് ഉപ്പ ഉമ്മ രണ്ടുപേരും ഡയബറ്റിക് ആണ്. ഉമ്മ ഒരു 20 years ആയിട്ട് ഡയബറ്റിക് ആണ്. ഉപ്പ ഓൾറെഡി ഡയബറ്റിക് ആണ്, സ്ട്രോക്ക് വന്നതിന് ശേഷം. ഓക്കെ, ഒരു 12 years ആയി കാണും. ഉപ്പയും ഡയബറ്റിക് ആണ്. ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് ഡയബറ്റിസിന്റെ മരുന്ന് എടുക്കുന്നുണ്ട്, അതിന് പുറമെ ഷുഗർ ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ലെവലിൽ ഒരു റാൻഡം സ്റ്റഡി, അല്ലെങ്കിൽ ഞാനൊരു ദിവസം വിചാരിക്കുകയാണ് ഷുഗർ കട്ട് ചെയ്യാം. ഞാനും പെട്ടെന്നാണ് വെയിറ്റ് ഗെയിൻ വന്നത്. അപ്പോൾ ഓക്കെ, ഒന്ന് ഷുഗർ കട്ടൊക്കെ ചെയ്ത് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ട്രാക്ക് ആക്കാം എന്നുള്ളൊരു മൈൻഡിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പ്രൊഡക്റ്റ് ബേസ്ഡ് ഉള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിൽ ഈ മാൾട്ടിഡെക്സ്റ്റിൻ പോലത്തെ പല പ്രൊഡക്ട്സുമാണ് അതിൽ കൂടുതലായിട്ടുള്ളത് എന്നും ഒരുപാട് ഹാംഫുൾ സാധനങ്ങൾ വരാം എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. സോ അതിന് ശേഷം നമുക്കത് പിന്നീട് നമ്മളെ വീട്ടിൽ മേടിച്ച് കൊടുക്കാൻ, നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ഒരു ബിസിനസ്സിനെ കുറിച്ച് അപ്പോഴും ആലോചിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഉപ്പാക്കും ഞാൻ ഓക്കെ നെക്സ്റ്റ് ടൈം സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പലചരക്കടയിലോ പോകുന്ന സമയത്ത് അത് മേടിച്ച് കൊടുക്കാൻ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് ഷുഗർ ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി. അങ്ങനെ സ്റ്റീവിയ, മധുര തുളസി, ഓക്കെ, അതിൻ്റെ കുറേ പ്രൊഡക്ട്സ് കണ്ടു. അതേപോലെ തന്നെ ആമസോണിൽ നിന്ന് ട്രയൽസ് പലയിടത്തുനിന്നും മേടിച്ചു. ഈ മേടിച്ച പല പ്രൊഡക്ട്സിലും നോക്കിയപ്പോഴും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്റ്റീവിയ അല്ല. ഓക്കെ, അതായത് നമ്മൾ സ്റ്റീവിയ ആണെന്ന് പറഞ്ഞിട്ട് മേടിക്കുന്ന പല പ്രൊഡക്ട്സിലും മധുരം കൊടുക്കുന്നത് സ്റ്റീവിയ അല്ല, മധുര തുളസി അല്ല. സോ പറഞ്ഞല്ലോ, ഞാനൊരു ഇൻവെസ്റ്റർ ആണ്, ഇയാളൊരു ഷെഫാണ്, ഉപ്പയമ്മ ഡയബറ്റിക് ആണ്. സോ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷനാണ്, ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയപ്പോഴുള്ള ഒരു കമ്പൈൻഡ് വേർഷനാണ് ഈ പറയുന്ന നമുക്കിത് ചെയ്യാം എന്ന ഒരു ഐഡിയക്ക് എത്തുന്നത്. അതും നിഹാലിൽ തന്നെയാണോ ആദ്യമേ ആ ഒരു ചിന്ത വന്നത്? അങ്ങനെ ഞാൻ ആദ്യമൊന്നുമില്ല. നമ്മള് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ടാബിൾ ഡിസ്കഷൻ ഉണ്ടല്ലോ, അതിൽ വരും. വീട്ടിൽ വരുന്ന സമയത്തൊക്കെ നമ്മള് കേക്ക്സ് വീട്ടിലുണ്ടാക്കും. വീട്ടിലാരും കഴിക്കില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും. മധുരം ആരും കഴിക്കില്ല. നമുക്കും ഒരു ഇൻട്രസ്റ്റ് കുറയും കുക്ക് ചെയ്യാനും ഇതിനൊക്കെ. നമുക്ക് ഇപ്പൊ അങ്ങനത്തെ മധുരം കഴിക്കാൻ അവർക്ക് എന്തായാലും ഓക്കെ അല്ല. അപ്പൊ നമ്മൾ വേറെ ഓപ്ഷൻ എന്താണ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ ഓപ്ഷൻ എന്നുള്ളത് നോക്കും. അങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു. ഉള്ളിലുണ്ട് പർട്ടിക്കുലർ സെയിം സാധനം എന്നല്ല. ഓൾറെഡി ഹോട്ടൽസിൽ ഇങ്ങനെ നമ്മൾ പേസ്ട്രിയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ രീതിക്ക് ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിരുന്നു, ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്താ. ഷുഗറിന് പകരം ഓൾറെഡി ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷുഗർലെസ് ആയിട്ടുള്ള കേക്ക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ മാൾട്ടിഡെക്സിൻ പോലത്തെ കണ്ടന്റുകൾ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി. പിന്നെ ഓൾറെഡി വർക്ക് ചെയ്യാണ്, എന്നേക്കാൾ കൂടുതൽ ഇയാൾ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഇങ്ങനെ ഒരാൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഇതിന്റെ രീതിയിലുള്ള ട്രയൽസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു ജോലിയിൽ വർക്ക് ചെയ്തിട്ട് ബെറ്റർ അല്ലേ നമ്മളൊരു ബിസിനസ്സും. ഇതിനൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരു സെർച്ചിങ് പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ, പ്ലാന്റ്സ്, അതേപോലെ മറ്റ് മിഷനറീസ് കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു കുറച്ചു കാലം ഓടിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റീവിയ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്കറിയാം, അത് പുറത്ത് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു തുടങ്ങുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും എല്ലാ കൺട്രീസിലും അവൈലബിൾ ആയിരുന്നില്ല. സ്റ്റീവിയ വെറും 2 രാജ്യങ്ങളിൽ മാത്രമായിരുന്നു തുടങ്ങിയ സമയത്ത്. പിന്നീട് ഇപ്പൊ പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇപ്പൊ സ്റ്റീവിയ അത് വളർത്തുന്നുണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സ്റ്റീവിയ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഡെയിലി ബേസിസിൽ ഈ പറയുന്ന പോലെ ഈ ഒരു പാറ്റേൺ ഓഫ് ഇത് മധുരത്തിന് പകരം ഒരു ഇത് സാധനം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഡെയിലി ഇത് വേണം അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, സാധാരണ കുടുംബക്കാർക്ക് സ്റ്റീവിയ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു ഇതാവണം എന്നില്ല. പക്ഷെ നിങ്ങൾക്കത് എങ്ങനെയാ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റീവിയ നിങ്ങൾ എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എവിടുന്നാണ് നിങ്ങളെ പ്ലാന്റ്, എവിടുന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ കിട്ടുന്നത്?
നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾ ഓവർ ഇന്ത്യ ഇതിനു വേണ്ടി ട്രാവൽ ചെയ്താണ്. ഇതിൻ്റെ ഫാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്, അത് ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ബാംഗ്ലൂരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഓൺ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഒരു സൈഡ്. ഇനി ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് അല്ലെങ്കിൽ സ്റ്റീവിയയുടെ ആ ഒരു കോസ്റ്റ് കാര്യങ്ങൾ, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിൻ്റെ അതായത് ഒരു കിലോ പഞ്ചസാര ഉപയോഗിക്കുന്നിടത്ത് ഇതൊരു 50-100 ഗ്രാം സ്റ്റീവിയ പൗഡർ യൂസ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ച്. അതായത് ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ലിക്വിഡ് ഡ്രോപ്സ്. 300 ഡ്രോപ്സ് ആണ് 15 ml ഉണ്ടാവുന്നത്. ഒരു സാധാരണ ഡയബറ്റിക് ആയ ഒരാൾക്ക് ഒരു ചായ ഗ്ലാസിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് മതി ഒരു ചായക്ക് പഞ്ചസാര കൊടുക്കുക. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇവനൊക്കെ പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ഡ്രോപ്സോ 3 ഡ്രോപ്സോ ഇട്ടുമെന്ന് വരും. ഡിപ്പെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ചായക്കനുസരിച്ചിട്ട് കൂടുതൽ ഡ്രോപ്സ് യൂസ് ചെയ്തെന്ന് വരും. നേരെ മറിച്ച് ഒരു ഡ്രോപ്പിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളുണ്ട്, 2 ഡ്രോപ്സ് വേണ്ട ആളുകളുണ്ട്. എനിവേ 300+ ഡ്രോപ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു മിനി കല്യാണത്തിന് ഈ ഒരു 15 ml ബോട്ടിൽ മതി അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ചെയ്യാൻ. കമ്പയറിങ് ഇപ്പോൾ ഷുഗറിന്റെ കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ സ്റ്റീവിയാണ് യൂസ് ചെയ്യുമ്പോൾ ഷുഗറിന് കൊടുക്കുന്ന അത്രയും എമൗണ്ട് ഇതിന് ചിലവാവില്ല. നമുക്ക് മാക്സിമം ഒരു ടൈം ഓഫ് പീരീഡ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ പ്രോഡക്റ്റ് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ഡയബറ്റിക്സ് ആക്കുന്നില്ല, ഫാറ്റ് തരുന്നില്ല, കാലറി തരുന്നില്ല. ഇറ്റ്സ് ഓൾ 0 കാലറി 0 ഫാറ്റ്. സ്റ്റീവിയുടെ പൗഡർ ആണെങ്കിൽ ഒരു 1 month ഒക്കെ പോലെ, 1 month 2 month ഒക്കെ പോലെ. ഒരു സാധാരണ ഒരു വീട്ടിൽ യൂസ് ചെയ്യുകയാണെന്ന് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, 3-4 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്റ്റീവിയ മാത്രമായിട്ടാണ് പഞ്ചസാരക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 1 to 2 month എന്തായാലും ഇതിൻ്റെ 100 ഗ്രാം ഹോൾഡ് ചെയ്യാൻ പറ്റും. അതെ, സ്റ്റീവിയ ആണ് നിലവിൽ ഈ ഒരു തരത്തിൽ ഈ ഒരു ഷുഗർ ഫ്രീ ടാബ്ലറ്റുകളിൽ 0 സ്വീറ്റ് ആണ്, ഏറ്റവും കാലറി ഇല്ല, ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ഹൈ ലെവലിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് സ്റ്റീവിയ അല്ലേ? അപ്പോൾ ആ ഒരു റിസർച്ച് മനസ്സിലാക്കി എടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി നിങ്ങൾ സ്റ്റീവിയ തന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് സ്വീറ്റിലേക്ക് നിങ്ങൾക്ക് എത്താം എന്ന് തീരുമാനിച്ചത് അല്ലേ? ഈ സ്റ്റീവിയ എന്നുള്ള സാധനം നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ലോകത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, അപ്പോൾ ഈ സ്റ്റീവിയയിൽ നിന്നും സ്വീറ്റ് എന്ന നിങ്ങളുടെ പ്രോഡക്റ്റ് അതിലേക്ക് എങ്ങനെ എത്തി? സ്റ്റീവിയ എന്ന് പറയുന്ന ലീഫ് അത് പഞ്ചസാരയേക്കാൾ ഏകദേശം 130-160 വരെ ഇരട്ടി മധുരം തരുന്നൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അതിൻ്റെ സത്ത് ഈ പറഞ്ഞ പോലെ ഒരു 3% ആളുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഓക്കെ, സ്റ്റീവിയയുടെ ടേസ്റ്റ് ഒരു നമ്മളെ വായിൽ ഒരുപാട് പഞ്ചസാര വന്നാൽ വി വിൽ ലൈക്ക് ഒരു കയ്പ്പ് ചോയ വരും, അല്ലെങ്കിൽ മധുരമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ഇന്റൻസിറ്റി ഉള്ള മധുരമാണ്. നമുക്ക് ഒരു 10 കിലോ പഞ്ചസാരക്ക് പകരമൊക്കെ ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു 4 ലീഫ് വെച്ചാൽ മതി. ഓക്കെ, ഒരു ലീഫ് നമ്മൾ ഡയറക്റ്റ് വായിൽ വെച്ചൊരു കടി അടിച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മുടെ വായിൽ അതിൻ്റെ മധുരം നിൽക്കും. സോ ഇതിലുള്ള ചലഞ്ച് അല്ലെങ്കിൽ മേക്കിങ്ങിലുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയലൂഷൻ കറക്റ്റ് ആവണം. ഇത് വാട്ടറായിട്ട് ഡയലൂട്ട് ചെയ്യുന്ന രീതി പെർഫെക്റ്റ് ആവണം. അതേപോലെ ഈ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഒരു കയ്പ്പ് ചോയ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ഇതിൻ്റെ ഈ മധുരത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാരണം കയ്പായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതെങ്ങനെ ന്യൂട്രൽ ചെയ്യുന്നു, ഇതാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റീവിയ ബേസ്ഡ് ഒരു സ്വീറ്റ്നർ ചെയ്യുമ്പോൾ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം. സോ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, വി ഡിഡ് ഇറ്റ് ദ മാക്സിമം. കമ്പയറിംഗ് ടു ഞങ്ങൾ ഇതേപോലെ വേറെയും സ്റ്റീവിയയുടെ വേറെയും പ്രൊഡക്റ്റുകൾ ഇതേപോലെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. കമ്പയറിംഗ് ടു അതർ പ്രൊഡക്റ്റ് നമ്മൾ കുറച്ചും കൂടി ഈ പറഞ്ഞ ഒന്നുകൂടി ഓഫ് കോഴ്സ് യെസ് ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ സ്വീറ്റ് എന്ന ഈ ഒരു സ്വീറ്റ്നർ ഇതിലേക്ക് എത്തിയത് അല്ലെ? ഇപ്പൊ ഈ സ്വീറ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ആയിട്ട് മാത്രമാണോ അവൈലബിൾ ആയിട്ടുള്ളത്? ഡ്രോപ്പ് ആയിട്ടുണ്ട്, പെല്ലറ്റ് ആയിട്ടുണ്ട്, പൗഡർ ഫോമിലുണ്ട്. അത് ആളുകളുടെ യൂസിങ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഹോംലി യൂസ് ആക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നമുക്ക് പായസം ഉണ്ടാക്കാം, ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാം. കുറച്ചും കൂടി പേസ്ട്രി കേക്സിലൊക്കെ ഒന്നും കൂടി പൗഡർ ഫോർമാറ്റ് ആയിരിക്കും ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഡ്രോപ്പ് ആയിട്ടുള്ള ഇപ്പൊ ടീ കോഫി അതിലൊക്കെ ഡ്രോപ്പ് ആയിട്ടുള്ള സ്റ്റീവിയും ഓരോ യൂസേജ് ആണ്. ഇപ്പോൾ ട്രാവലിംഗ് അല്ലെങ്കിൽ ഓഫീസ് വർക്കിലൊക്കെ ഡ്രോപ്പ് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഈ ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് വരുന്നു ഈ സമയത്തൊക്കെ ഡയബറ്റിക് ആയ ആളുകൾ എല്ലാ വീട്ടിലും ഉണ്ട് ഒരുവിധം. ഓക്കെ, ഒരു വീട്ടിൽ 1-2 ആളുകൾ
ഏറെക്കുറെ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ബോർഡറിലാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കെയർ ചെയ്യേണ്ട പ്രായത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തിലാണ്. ഓക്കെ, ഈവൻ പ്രഗ്നന്റ് ലേഡീസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, PCOS PCOD ഉള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജിം എന്തൂസിയാസ്റ്റ്, അങ്ങനെ ഒരുപാട് മേഖലയുണ്ട്. പഞ്ചസാര ഒഴിവാക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ ഒഴിവാക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതേപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതായത് യു ഹാവ് ടു അവോയ്ഡ് ദാറ്റ്, ബട്ട് പറ്റുന്നില്ല, നമ്മൾ അടിമപ്പെട്ടു പോയി, നമ്മൾ പഞ്ചസാരക്ക് നമ്മൾ ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ വന്നുപോയി. സോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു ആബ്സല്യൂട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ളതാണ്. അല്ലാണ്ട് നിലവിൽ ഒരു പ്രശ്നമല്ല, ഡയബറ്റിക് അല്ല, അവരത് നിർത്തിയിട്ട് ഇത് വരണമെന്നൊന്നല്ല. സോ അതിൻ്റെ ഒരു നീഡി ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഈ പറഞ്ഞ ഓരോ വീട്ടിൽ നോക്കിയാൽ ഉണ്ട്. ഇപ്പം നമ്മളെ വീട്ടിൽ, ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഒരു ഓണം വരുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ഡയബറ്റിക് ആയിരിക്കും, വീട്ടിൽ സ്വാഭാവികമായിട്ടും പായസം ഉണ്ടാക്കും അല്ലെ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്ന ഇത് അവർക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അവരത് കഴിക്കില്ല. ഇല്ലെങ്കിൽ അവർ നിങ്ങൾ കാണാതെ, നിങ്ങൾ അവരെ ഹെൽത്ത് ബേസിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കാണാതെ അവരെടുത്ത് കുടിക്കും. സോ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. നമ്മൾ തന്നെ വഴി പറയും, പായസം കുടിച്ചിട്ടല്ലേ അതിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ. സോ അങ്ങനത്തെ ഹോംലി ബേക്ക് ഐറ്റംസിനൊക്കെ നമ്മുടെ പൗഡർ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. ഈ സ്വീറ്റ് എന്നുള്ള പേരിലേക്ക് എങ്ങനെ എത്തിയത്? അതാര് അതും നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ വന്നതായിരിക്കണം. ഡിസ്കസ് ചെയ്ത ഒരുപാട് പേരുകൾ, അത് ചിലപ്പോൾ അതൊരു കോമഡി ആവും. നമ്മളതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയൂ, കേൾക്കട്ടെ. കോമഡി അല്ലേ, ആരും ദ്രോഹിക്കുന്നില്ലല്ലോ. പീറ്റർ ഗ്രിഫിൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിക് ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ ഈ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളിയുടെ ഡ്രാമാസ്, കാർട്ടൂൺസ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട്, നിഹാൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. നീ സൂപ്പറാടാ എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആ സാധനമാണ് നീ ഷീറ്റാടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ സീറ്റാടാന്ന് പറയുമ്പോൾ ആ ഒരു ടോണിൽ പറയുകയാണെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ തോന്നി. ഇതിപ്പോ എത്ര നാളായിട്ട് സ്വീറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്? എല്ലായിടത്തും കിട്ടുമോ ഇത്? നമ്മൾ മെയിനായിട്ട് ഓൺലൈൻ ബിസിനസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പ്ലസ് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സ് വഴി എല്ലാം നമുക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 22 സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ട് ഓർഡേഴ്സും വരുന്നുണ്ട്. സോ കമ്പാരിറ്റീവ്ലി ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഓർഡേഴ്സ് കേരളത്തിൽ നിന്നാണ്. കേരളം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരത കൂടുതലാണ്, ആയുർദൈർഘ്യം കൂടുതലാണ്, എല്ലാം കൊണ്ടും ബെസ്റ്റാണ്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് കേരളത്തിൽ നിന്നാണ് ഓർഡേഴ്സ് കുറവ്. ആ ഒരു റേഷ്യോ ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോൾ ഒരു ഷുഗറുള്ള ഒരാൾ, ഡയബറ്റിക് ഉള്ള ഒരാൾ ഇതിനൊരു ആൾട്ടർനേറ്റീവ് നോക്കുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റും ആക്ച്വലി കുറച്ച് ഹാംഫുൾ പ്രോഡക്ട്സ് ആണ്. നേരത്തെ പറഞ്ഞാലും മാർട്ടിഡിക്സിൻ പോലത്തെ പ്രോഡക്ട്സ് 100% നാച്ചുറൽ അല്ല. ഈ പറഞ്ഞ സ്റ്റീവിയ ഷുഗർ, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷുഗേഴ്സും, ഷുഗർ സപ്ലിമെന്റ്സ് എല്ലാം സേഫ് അല്ല. നമ്മള് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മാറിപ്പോട്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ള വേറെ പലതും കഴിക്കുന്നുണ്ട് ടാബ്ലറ്റ്സ്. അതിലെ പലതും അറിവുള്ളവർക്ക് അത് കുറെ പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിലെ പലതും ജെനുവിൻ അല്ല, ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ദ മോർ പിന്നെയും ഡാമേജ് വരുത്തതേ ഉള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി എന്ന് എങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് അറിയിച്ചത്? ഇപ്പൊ എത്ര നാളെ ഇത് സ്വീറ്റ് തുടങ്ങി? നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് 1 year പ്ലസ് ആയി. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് ഈ പുറത്ത് 22 സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾക്ക് ബിസിനസ് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ? അതായത് ഇപ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുന്ന, സിമ്പിൾ ലോജിക്കൽ പറയാം, ഇപ്പൊ നമുക്ക് ഓർഡേഴ്സ് വരുന്ന ആളുകൾ, ഇപ്പൊ മാമിന് സ്റ്റീവിയെ കുറിച്ച് അറിയാം എങ്കിൽ മാത്രമേ മാം ആമസോണിലോ മറ്റോ കയറിയിട്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുള്ളൂ. അറിയാത്ത ഒരാൾ ഇത് വെച്ച് പോകണമെന്നില്ല. നമ്മൾ ആഡ് പ്രൊമോഷൻസ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, ആസ് യൂഷ്വൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ബേസ് ഉള്ള ആളുകൾ മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. ഈ 22 സ്റ്റേറ്റിൽ നിന്ന് വന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളാരും ഡയറക്റ്റ് കൺവിൻസ് ചെയ്ത ആളുകളല്ല. അവർ ചിലപ്പോൾ ആമസോണിൽ നോക്കിയിട്ടായിരിക്കും, ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ടായിരിക്കും, റാൻഡംലി ചെക്ക് ചെയ്യുന്നതായിരിക്കും, ഒരു തവണ പർച്ചേസ് ചെയ്ത് വീണ്ടും പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. സോ അതെന്തോ ആവാം. ഓക്കെ, കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കൾച്ചർ ഇവിടെ ഇല്ല. സ്റ്റീവിയനെ പറ്റിയിട്ടും അങ്ങനെ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. ഈ വീട്ടിലെ ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു സ്റ്റീവിയ നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് സമയത്താണെങ്കിലും ചിലപ്പോൾ നമ്മുടെ വീടിന്റെ തൊടുവിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ തൊടുവിലും ചിലപ്പോൾ സ്റ്റീവിയ കണ്ടേക്കാം.
ഓക്കെ, അങ്ങനത്തെ പല വീടുകളിൽ പല ഇതിലും അങ്ങനെ കണ്ടിട്ടുണ്ട്, പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോ എന്നിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർ അല്ല. അതിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നില്ല, അതിന്റെ ഒരു അറിവില്ലായ്മയാണ് ആൾക്കാരിൽ ലൈക്ക് അത് പിക്ക് ചെയ്യാൻ അവർ എത്താത്തത്. അതെ, ഓക്കെ. സോ അതൊരു ചലഞ്ച് ഉണ്ട്. സോ നമ്മൾ അതിന് ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ബിസിനസ് പോയിരുന്നത്. കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ആക്സസ് കിട്ടി. നിങ്ങളുടെ സ്വദേശത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുമായിരുന്നു. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ പേഴ്സണലി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സൂപ്പർ മാർക്കറ്റ് ത്രൂ ബിസിനസ് പോകുമ്പോൾ ഒരു ബിസിനസ് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യം പറയാട്ടോ, നോട്ട് പബ്ലിക്, നമുക്ക് ഒരു കൗണ്ടർ ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് വരുന്നുണ്ട്. അത് 5,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ദെയർ ബ്രാൻഡ് ആക്ച്വലി, അവർ കുറ്റം പറയുന്നതല്ല. ഓക്കെ, സോ അത് അവരുടെ ബ്രാൻഡാണ്, അവർക്ക് വാട്ട് എവർ എന്താണ് ചെയ്യുക അവർക്ക്. സോ അതൊരു സൈഡ്. അതേപോലെ ബിൽ ടു ബിൽ എന്നുള്ള രീതിയിലാണ്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അവിടെ വെച്ചു, ആ പ്രൊഡക്റ്റ് സെയിലായി അടുത്ത പ്രൊഡക്റ്റ് വരുന്ന സമയത്താണ് ആ ഫസ്റ്റ് വെച്ച പ്രൊഡക്റ്റിൻ്റെ ബിൽ ക്ലിയറിങ് വരിക. ഇങ്ങനെ 2 ഫാക്ടർ ഉണ്ട്. സോ നമ്മളാണെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഓൺലൈൻ അത്യാവശ്യം ബിസിനസ് കഴിഞ്ഞതിന് ശേഷമാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നത്, സൂപ്പർ മാർക്കറ്റ് ത്രൂ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് മനസ്സിലായി എന്ന് വെച്ചാൽ, ഒരു 200-300 സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരുപാട് കോടികൾ ഈ പറഞ്ഞ രീതിയിൽ ഡിപ്പോസിറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇൻവെസ്റ്ററാണ്. സോ അത്ര ഒരു എമൗണ്ട് അവിടെ പെൻഡിങ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലും പേഴ്സണലി ഞാൻ ആ പൈസ വല്ല സ്റ്റോക്കിലോട്ട് അതിനോ 2-3 ഇയേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ 5 ഇയേഴ്സ് കൊണ്ട് ആ പൈസ എന്താവും എന്നുള്ളത്. സോ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പരിപാടികൾ ചെയ്യാറില്ല. ആ ഒരു മൊമെന്റിൽ നമ്മൾ പെട്ടെന്ന് ഓക്കെ നമുക്ക് നമ്മളെ പ്ലാൻ ഒന്ന് മാറ്റിയേക്കാമെന്ന് കരുതി വീണ്ടും കുറച്ച് മീറ്റിംഗ്സ്, പരിപാടികൾ, കാര്യങ്ങൾ സ്ട്രക്ചറെ മാറ്റി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫ്രാഞ്ചൈസ് കൊടുക്കുകയാണ്. ഫ്രാഞ്ചൈസ് ഓർ ഡീലർ. ഓക്കെ, അതായത് ശരാശരി ഒരു പഞ്ചായത്തിൽ ഒരു 25,000 ആളുകളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കണക്കനുസരിച്ചിട്ട് അതിൽ ഒരു 5,000+ ആളുകൾ ഡയബറ്റിക് ആയിരിക്കും. അത് 25,000 18+ ഏജുള്ള ആളുകൾ, അതിലൊരു 5,000 ആളുകൾ ഡയബറ്റിക് ആയിരിക്കും. പ്ലസ് അവിടെ PCOD PCOS ഉള്ള കുട്ടികളുണ്ടാവും, ജിം എന്തൂസിയാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഈ പറഞ്ഞ ഡയബറ്റിക്സ് ആയ ആളുകൾ വേറെ ഉണ്ട്. സോ ഈ ഒരു പഞ്ചായത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആൾ, ഷീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, ആ പഞ്ചായത്തിൽ നടക്കുന്ന ബിസിനസ് ഫുള്ള് ആ വ്യക്തിയിലൂടെ മാത്രം. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് നിങ്ങൾ കൊടുത്തു തുടങ്ങി. കാരണം നമ്മൾ ഒരുപാട് എക്സ്പോ കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അവിടുന്ന് കിട്ടുന്നൊക്കെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ അറിവുകൾ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ചതിന് എന്ത് മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയണത് ഓക്കെ ഇങ്ങനത്തെ മറ്റു ഒപ്പീനിയൻസ് കൂടെ വരുമ്പോഴാണ്. സോ പബ്ലിക് ലെവലിലേക്ക് നേരിട്ട് ഇറങ്ങിയ ഇവന്റ്സിലൊക്കെ നമുക്ക് മനസ്സിലായത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതായത് ഒരു ആളെടുത്ത്, ഇപ്പോൾ മാമിൻ്റെ അടുത്ത് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ മിനിമം ഒരു 5 to 7 minutes ആവശ്യമുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ്, ഇതെങ്ങനെ ഉണ്ടാകുന്നു, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഓക്കെ, മറ്റു സംഭവമായിട്ട് ഇതെങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അങ്ങനത്തെ A to Z കാര്യങ്ങൾ ഒരു മാൻ ടു മാൻ ടോക്കിലൂടെ മാത്രമേ ഇത് നടക്കുള്ളൂ. സോ ആ ഒരു അവയർനെസ് നമുക്ക് ഏറ്റവും ബേസിൽ നിന്ന് കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫ്രാഞ്ചൈസ് കൺസെപ്റ്റിലേക്ക് എത്തി. ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് ഏകദേശം 22-ലധികം ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ആൻഡ് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ഓൾ കേരള ലെവലിൽ ഷീറ്റ് ഫ്രാഞ്ചൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡീലേഴ്സ് ഉണ്ടാവും. വെരി നൈസ്, അങ്ങനെ ഉണ്ടാവട്ടെ എന്തായാലും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഷീറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലേ? ആമസോൺ, ഫ്ലിപ്കാർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ പറ്റും അല്ലേ? അതിൻ്റെ തന്നെ നിങ്ങൾ മേൽ പറഞ്ഞ പോലെ തന്നെ 3 ഫോമിൽ, ടാബ്ലറ്റ് ഫോമിലും ലിക്വിഡ് ആയിട്ടും പിന്നെ പൗഡറായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിലവിൽ ഷീറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു നേരത്തെ. അതേപോലെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മളെപ്പോലത്തെ ഒരാൾക്കാർക്ക് ഇപ്പം ഫ്രാഞ്ചൈസി വേണം, കേരളത്തിനുള്ളിൽ തന്നെയാണല്ലേ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ വേറൊരു ജില്ലയിൽ ഒരാൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങളത് ഫ്രാഞ്ചൈസി കൊടുക്കുക? ഇനി അപ്കമിങ് വരാനുള്ള ഷീറ്റിന്റെ ഈ പറഞ്ഞ അപ്കമിങ് വരാനുള്ള പ്രോഡക്ട്സ് 2025 കംപ്ലീറ്റ് ആകുമ്പോഴേക്കെന്നല്ല, ഈവൻ 26 വരെ. കാരണം ഓരോ പ്രോഡക്ട്സും ഓരോ റിസർച്ച് കാര്യങ്ങൾ ഒരുപാട് വേസിലൂടെ പോയിട്ട് വേണം വരാൻ. സോ വെനെവർ ഷീറ്റ് എന്തൊക്കെ പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ടോ അതൊക്കെ ഇനി ഈ ഫ്രാഞ്ചൈസ് ത്രൂ മാത്രമായിരിക്കും. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടാവും, ബിക്കോസ് വി ആർ നാഷണൽ. സോ
ഒരു പർട്ടിക്കുലർ പഞ്ചായത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഡയറക്റ്റ്ലി മേടിക്കണം എന്നുണ്ടെങ്കിൽ ദ ഫ്രാഞ്ചൈസ് തന്നെ ആയിരിക്കും അതിനുള്ള ഓപ്ഷൻ. ആ ഫ്രാഞ്ചൈസ് ത്രൂ തന്നെ മേടിക്കണം. ഓ ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ഫ്രാഞ്ചൈസി നിങ്ങൾ എനിക്കിപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊന്നും ഇത് പറഞ്ഞു തരും. എങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? നമ്മുടെ നമ്പേഴ്സ് അവൈലബിൾ ആണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊരു സൈഡ് ഒരു സെക്കൻഡറി ഇൻകം ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾ ഇതുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആളെ കൂട്ടണം അങ്ങനത്തെ ഒരു സ്കീം കാര്യങ്ങളൊന്നും അല്ല. വി ആർ മേക്കിംഗ് സം ജെന്യൂൻ പ്രൊഡക്റ്റ്. അത് അതിൻ്റെതായിട്ടുള്ള യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കുള്ളൊരു ഹെൽപ്പാണ്, അവർക്കുള്ളൊരു ഹെൽപ്പാണ്. അവർക്ക് വേണ്ടിയുള്ള മീഡിയ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചേച്ചി ഷുഗർ കട്ട് ചെയ്യുന്നില്ലേ? അതെ. അതുകൊണ്ട് തന്നെയല്ല എപ്പോഴും സ്റ്റിൽ യങ് ആയിരിക്കുന്നത്. ആണോ അല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഷുഗർ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുറച്ച് നാളായി. ഷുഗർ കംപ്ലീറ്റ്ലി കട്ടൊന്നും അല്ല, പക്ഷെ മാക്സിമം അതിന്റെ ഇൻടേക്കിംഗ് ഡയറക്റ്റ് ഓഫ് ഷുഗർ മാക്സിമം കുറവാണ്. ചായ കാപ്പിയിലൊക്കെ ഷുഗർ അധികം ഒന്നും ഇടാറ് തന്നെ ഇല്ല, അങ്ങനെയാണ് കുടിക്കാറ്. നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. അപ്പൊ പിന്നെ കാണാലോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായാലും. ചായ, കോഫി? ഞാൻ യൂഷ്വലി ബ്ലാക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഒരു ബ്ലാക്ക് കോഫി. അപ്പൊ പ്രോഡക്റ്റും കൊണ്ടൊക്കെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായും അല്ലേ? നമുക്ക് നോക്കാം, എന്റെ ബ്ലാക്ക് കോഫിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഷുഗർ ബ്ലാക്ക് കോഫി അല്ലേ ഇത്? ബ്ലാക്ക് ടീ ആണോ? ബ്ലാക്ക് കോഫി ചോദിച്ചവര് പറ്റിച്ചു. ബ്ലാക്ക് കോഫി ഇല്ല, ബ്ലാക്ക് ടീ ആണുള്ളത്. നോക്കട്ടെ. ഷുഗർ ഇല്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന്, ഇപ്പൊ ഇതൊരു 1 കപ്പ് ഇതിൽ എത്ര വേണം എന്ന് ഇവരിപ്പ് ഇട്ട് തരുമല്ലോ. എനിക്ക് അധികം മധുരം ഇഷ്ടമുള്ള ആളല്ല, അപ്പം അതനുസരിച്ചിട്ടുള്ള നിങ്ങൾ ഇതിൽ ഇട്ടാൽ മതി. അധികം ഷുഗർ. അപ്പൊ സ്പൂൺ വേണ്ടേ? സ്പൂണും കൂടെ കിട്ടാമോ? താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഇട്ട് തന്നോ. ഇപ്പൊ ചില ആൾക്കാർക്ക് ചായക്ക് നല്ല മധുരം വേണം. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരു 2-3 ഡ്രോപ്സ് ആയിരിക്കും ഇടേണ്ടി വരിക. ഒരു ഡ്രോപ്പ് മതി നോർമലി. ഈ പറഞ്ഞ പോലെ ഡയബറ്റിസ് അല്ലാത്ത ആളുകൾക്ക് 2 ഡ്രോപ്സ് 3 4 ആയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ. അത് ആവില്ലതേക്ക് 2 ഡ്രോപ്സ് ഇട്ടു. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് 2 ഡ്രോപ്സ് ആണ് ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന കപ്പില് ഈ ബ്ലാക്ക് ടീയിൽ അവർ ഇട്ടിരിക്കുന്നത്. താങ്ക് യു നിയാസ്. അപ്പൊ ഞാൻ ഇതിനെ കുടിച്ചു നോക്കാം ഇതിന്റെ മധുരം. നല്ല മധുരം ഇതിന്റെ. പക്ഷെ എനിക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല. ഓണസ്റ്റ് ആയിട്ട് പറയും. ഇല്ല, ഇതിപ്പം നല്ല. ഇപ്പം ഞാൻ ചായ പൊതുവെ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി കുടിക്കാറുള്ളത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ 2 ഡ്രോപ്സ് അല്ലേ ഇട്ടേ? എനിക്ക് എൻ്റെ നാവില് ആ മധുരം കിട്ടുന്നുണ്ട്, ആ മധുരം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു നോർമൽ റേഞ്ചിൽ മധുരം കുടിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ 2 ഡ്രോപ്സ് തന്നെ മതി. നന്നായിട്ട് ആ ഷുഗർ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് നന്നായിട്ട് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് എനിക്ക് തോന്നുന്നു മേ ബി ഒരു 3 or 4 ഓരോരുത്തരുടെയും ഇൻടേക്കിംഗ് ലെവലില്. ഈവൻ ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, ഡയബറ്റിക് പേഷ്യൻസ് അല്ലാതെ കാലറി നോക്കി ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഇപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണെങ്കിലും പറയൂ, ഇതൊരു 4 ഡ്രോപ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഡേഞ്ചറസ് ഒന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല, എത്ര വേണേലും ആവാം. ഞാൻ റീസെന്റ് ഒരു പോഡ്കാസ്റ്റ് കണ്ടായിരുന്നു. അതില് സുഹൃത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പുള്ളി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ട്രിഗർ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു മേഖലയിലുള്ളത് കൊണ്ട് ആയിരിക്കാം. ഒരു ചായയില് ആവറേജ് ഒരു 10 ഗ്രാം ഷുഗർ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. 10 ഗ്രാം. ഓക്കെ, ഒരു കുട്ടി ഒരു 5 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഇപ്പൊ അതിന് ചെറുപ്പത്തിൽ കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആകുമ്പോഴേക്കും കുടിക്കുന്ന ചായയുടെ എണ്ണം, ഓക്കെ, ഒരു ദിവസം 2 ചായ വെച്ച് 20 ഗ്രാം, 10 ഗ്രാം മോർണിംഗ്, 10 ഗ്രാം വൈകുന്നേരം, ഒരു വർഷം 365 ഡേയ്സ്. ഓക്കെ, അങ്ങനെ 13 വർഷം കുടിക്കുമ്പോഴേക്കിന് ഇറ്റ്സ് എ ഹ്യൂജ്. മനസ്സിലായി? നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കിനേക്കാൾ കൂടുതലാണ് ചായത്തെ മാത്രം പറയുന്നത്. പിന്നെ അതല്ലാത്ത ഷുഗറിന്റെ ആവശ്യം ശരിക്കും നമ്മുടെ ശരീരത്തിനില്ല. ആവശ്യമുള്ള ഗ്ലൂക്കോസ് നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നവരാണ്, അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റു ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്, ഇതൊക്കെ കിട്ടുന്നുണ്ട്. സോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യുക. ഒരു സ്റ്റെപ്പ് കൂടുതൽ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് ട്രൈ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ, അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ് എന്ന് പറയുന്ന സ്വീറ്റ്നർ. ഇപ്പം ഞാൻ തന്നെ അത് ട്രൈ ചെയ്തു. നല്ല എനിക്കിത് പെർഫെക്റ്റ്ലി ഓക്കെ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളും വാങ്ങി ട്രൈ ചെയ്യൂ. ഇപ്പം നമുക്കിപ്പോൾ നിലവിൽ ഇത് ഓൺലൈനിലാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഉടനെ തന്നെ നമ്മുടെ നാട്ടിൽ ഫ്രാഞ്ചൈസി എടുത്ത് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് മാർക്കറ്റ്സിൽ അങ്ങനെയും ഇനി ഉടനെ തന്നെ ഡയറക്റ്റ് ആയിട്ടും വാങ്ങാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരുന്നു. നിങ്ങളുടെ ഈ ഒരു ജേർണി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യണു. താങ്ക് യു ഫോർ ദ ഈ ഒരു സ്വീറ്റ്. താങ്ക് യു.